എല്ലാവർക്കും നമസ്കാരം. ഇന്ന് അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് ഗ്രീൻ ഗ്രോ പ്ലാന്റേഷൻസിന്റെ അമരക്കാരനായ ശ്രീ നവനീത് മാത്യു ആണ്. ഹൃദയപൂർവ്വം സ്വാഗതം. സ്വാഗതം. കൃഷിയെ സ്നേഹിക്കുന്ന, കൃഷിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന മലയാളികൾ ഇപ്പോൾ ഈ പുതിയ കാലത്ത് ഒരുപാട് വർദ്ധിച്ചു വരികയാണ്. സ്വന്തമായിട്ട് ലാൻഡുള്ള ആളുകൾ നമുക്കിടയിൽ ഒരുപാടുണ്ട്. പക്ഷേ ആ ലാൻഡിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എങ്ങനെ കൃഷി ചെയ്യണം, അതിൻ്റെ കൃഷി രീതികൾ എന്തൊക്കെ. കൃഷി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇടയിൽ പലപ്പോഴും നെൽകൃഷി മാത്രമല്ല, അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ടുള്ള തെങ്ങ് വയ്ക്കുക എന്നുള്ളത് മാത്രമല്ല, പലരും ആഗ്രഹിക്കുന്നത് ഫലഭൂഷ്ടമായിട്ടുള്ള ഒരു ലാൻഡും അവിടെ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഫലമൂലാദികൾ കൃഷി ചെയ്യുക എന്നുള്ളൊരു ആവിഷ്കാരമാണ് അവരുടെ മനസ്സിലുള്ളത്. പക്ഷേ പലർക്കും അവരുടെ ജോലിയുടെ തിരക്കുകൾ മൂലം അവർക്ക് അതിനുവേണ്ടി സമയം കണ്ടെത്താൻ പറ്റാറില്ല. അവിടെയാണ് എനിക്ക് തോന്നുന്നു ഗ്രീൻ ഗ്രോ എന്ന താങ്കളുടെ ഈ സ്ഥാപനത്തിൻ്റെ ഒരു പ്രസക്തി. എങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സാധ്യതകൾ കണ്ടെത്തുന്നത്? നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം 15 വർഷം മുമ്പാണ്. ഗ്രീൻ ഗ്രോ എന്ന് പറയുന്ന ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അന്ന് നമ്മൾ കണ്ടെത്തിയ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് എല്ലാവർക്കും ലാൻഡ് ഒരുപാട് കിടക്കുന്നുണ്ട്. പക്ഷെ പ്രോപ്പറായിട്ട് ഇത് ആർക്കും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് മൈഗ്രേഷൻ കൂടിയത് കൊണ്ട് തന്നെ മക്കളാരും നാട്ടിലില്ല, പാരൻസിന് ഓൾറെഡി പ്രായമായി, ലേബേഴ്സിൻ്റെ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നൊരു ചോദ്യമാണ് നമ്മുടെ മുമ്പിൽ വന്നത്. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനായിട്ടാണ് ഗ്രീൻ ഗ്രോ പ്ലാന്റേഷൻ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 10 സെൻറ്റുള്ള ആൾ അല്ലെങ്കിൽ ഒരു 10 ഏക്കറുള്ള ആൾ, ഈ 2 പേർക്കും നമ്മുടെ സർവീസ് ഈക്വലായിട്ട് ഒരുപോലെ തന്നെയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കൺസെപ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ചിലർക്ക് ഒരു ഫുഡ് ഫോറസ്റ്റ് എന്ന് പറയുന്നൊരു ആശയമായിരിക്കും, അല്ലെങ്കിൽ മറ്റു ചിലർക്ക് ഒരു ഫാം ഹൗസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ആയിരിക്കും. അപ്പോൾ ക്ലയൻ്റായിട്ട് നമ്മൾ സംസാരിച്ച് ആൾക്ക് എന്താണോ വേണ്ടത് അത് നമ്മൾ ആളുടെ ലാൻഡിൽ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതിൻ്റെ സർവീസും അതിൻ്റെ മെയിൻ്റെനൻസും എല്ലാം നമ്മുടെ ടീം തന്നെ ആൾക്ക് ത്രൂ ഔട്ട് ചെയ്ത് കൊടുക്കും. ഇതിൻ്റെ ഒരു പ്രോസസ്സിൽ ഒരുപാട് സ്റ്റെപ്പുകൾ ഉണ്ടായിരിക്കുമല്ലോ. ആദ്യം നമ്മളൊരു ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യുന്നു, അതിനുശേഷം നമ്മളിപ്പോൾ ഒരു മണ്ണ് കാണുമ്പോൾ, ഒരു ഭൂമി കാണുമ്പോൾ അത് ഏത് കൃഷിക്ക് അനുയോജ്യമായതാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സും പരിപാടികളൊക്കെ ഒന്നുകൂടി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ. നമ്മൾ ആദ്യം കസ്റ്റമറായിട്ട് മീറ്റ് ചെയ്യുന്നു. അപ്പോൾ കസ്റ്റമറുടെ ഐഡിയ എന്താണ് നമ്മൾ ആദ്യം കേൾക്കുന്നു. അതാണ് നമുക്ക് ആദ്യം വേണ്ടത്. അതായത് നമ്മുടെ ആശയം നമ്മൾ കസ്റ്റമറെ അടിച്ചേൽപ്പിക്കുന്നില്ല. നമ്മുടെ മനസ്സിലൊരു കൺസെപ്റ്റ് ഉണ്ടായിരിക്കും, അതൊരിക്കലും നമ്മൾ നമ്മുടെ കസ്റ്റമറെ അടിച്ചേൽപ്പിക്കുന്നില്ല. കസ്റ്റമർക്ക് എന്താണോ വേണ്ടത് അതിൽ നിന്ന് എന്തൊക്കെ നമുക്ക് മാറ്റങ്ങൾ വരുത്താനായിട്ട് പറ്റും. ഇപ്പോൾ ചില കുറവുകളുണ്ടായിരിക്കും, ആൾ പറയുന്നതിൽ ചില ഏറ്റക്കുറച്ചുകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അതിനനുസരിച്ച് നമ്മളിത് ആളായിട്ട് ഡിസ്കഷൻ, ഫസ്റ്റ് സ്റ്റെപ്പ് ആ ഡിസ്കഷനാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ സോയിൽ ടെസ്റ്റ് ചെയ്യുന്നു. സോയിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏറെക്കുറെ ഒരു പിക്ചർ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞ് കിട്ടും. ഏതൊക്കെ വിളകൾ നമുക്കവിടെ ചെയ്യാം, എന്തൊക്കെ ഡെഫിഷ്യൻസി മണ്ണിലുണ്ട്, നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും. അതിനനുസരിച്ച് നമ്മളൊരു പ്ലാൻ, ഒരു സ്കെച്ച് ആൾക്ക് വേണ്ടി തയ്യാറാക്കുന്നു. അതും കൂടി ആൾ ഫൈനലായാൽ പിന്നെ നമ്മൾ നേരെ വർക്കിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ വെള്ളത്തിൻ്റെ ലഭ്യത ഉറപ്പ് വരുത്തണം, മണ്ണിൻ്റെ ഘടനയിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അത് നോക്കണം, പ്ലാൻ സെലക്ഷൻ വരും. ഇങ്ങനൊരു ലോങ് പ്രോസസ്സാണ് ഈ സംഭവം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഏറെക്കുറെ ഒരു 1000+ എക്സോട്ടിക് ഫ്രൂട്ട്സിൻ്റെ കളക്ഷൻ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആൾക്ക് ഏതൊക്കെയാണ് താല്പര്യം. ഇപ്പോൾ ഒരു മാങ്ങ എടുക്കുകയാണെങ്കിൽ തന്നെ ഏത് വെറൈറ്റി മാങ്ങയാണ് ആൾക്ക് താല്പര്യം, ഏത് രുചിയാണ്, അതിൽ നാരുള്ള മാങ്ങയാണ് ഇഷ്ടം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും. ഇപ്പോൾ നമ്മുടെ മമ്മൂക്കയ്ക്ക് വരെ ഏറ്റവും ഇഷ്ടമുള്ള പഴം എന്ന് പറയുന്നത് ഞാവൽപ്പഴമാണ്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളനുസരിച്ച് നമ്മൾ ഈ പഴങ്ങൾ ആൾക്ക് വേണ്ടി സെലക്ട് ചെയ്ത് അത് ആൾക്ക് വേണ്ടി നട്ടു കൊടുക്കുകയാണ്. അല്ലാതെ നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കി ആ ലിസ്റ്റിലത്തെ ഫ്രൂട്ട്സ് നിങ്ങൾ കഴിച്ചോ എന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല. പരമാവധി നമ്മൾ ക്ലയൻസിന് ഈ ഫ്രൂട്ട്സൊക്കെ എത്തിച്ചു കൊടുക്കാനും ശ്രമിക്കും. കാരണം ഇതൊരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ തീരുന്നൊരു പ്രോസസ്സല്ല. അപ്പോൾ ആളുടെ ഒരു ആവശ്യം വരുമ്പോൾ തന്നെ ആൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് എന്താണെന്ന് നോക്കി ആ പഴങ്ങൾ ആൾക്ക് കൊടുത്ത് അതിൻ്റെ ടേസ്റ്റ് ആളും അല്ലെങ്കിൽ ആളുടെ ഫാമിലി ഓക്കെ അതിന് ശേഷം മാത്രമേ നമ്മൾ നട്ടു കൊടുക്കുള്ളൂ. അത്തരം സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റ് സ്ഥാപനങ്ങളില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഇപ്പോൾ ഒരു ഭൂപ്രകൃതിയിൽ ഈ പറഞ്ഞ പോലെ ഒന്ന് നമ്മൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഫലങ്ങൾ കഴിക്കുന്നു എന്നുള്ളത്. ഈ ഫാം ടൂറിസത്തിന്റെ സാധ്യതകൾ കേരളത്തിൽ ഒരുപാടുണ്ട്. പ്രത്യേകിച്ച് ടൂറിസത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. അതിൽ തന്നെ ഫാം ടൂറിസത്തിന്, ഞാൻ പേരുകൾ പറയുന്നില്ല, കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ അതിലൂടെ ഹിറ്റായിട്ടുള്ള ആൾക്കാരുണ്ട്. ആ ഒരു സാധ്യത കൂടി മനസ്സിലാക്കിയിട്ടാണോ ഇപ്പോൾ ഗ്രീൻ ഗ്രോവ് വർക്ക് ചെയ്യുന്നത്? അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മുടെ അടുത്തേക്ക് വരുന്ന ക്ലയൻസിൽ ഒരു 10 വർഷമൊക്കെ ആയിട്ട് ഫാം നടത്തുന്ന ആൾക്കാർ വരെ നമ്മുടെ അടുത്തേക്ക് മെയിനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അതായത് അവർക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഫാം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കി നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഒരു ഫാം തുടങ്ങുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. പക്ഷെ അവിടെ നിന്ന് മുന്നോട്ടുള്ളതിൻ്റെ ഒരു ഗ്രോത്ത് ഉണ്ട്. അവിടെയാണ് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഫാം ഇപ്പോഴും സ്റ്റക്കായി പോകുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. ചിലപ്പോൾ കാലാവസ്ഥ മാറ്റങ്ങളൊക്കെ പിന്നീട്. കാലാവസ്ഥ മാറ്റമല്ല, ഇതൊരു ബ്രേക്ക് പോയിന്റിൽ എത്തണം, എന്നാലാണ് ഇത് മുന്നോട്ട് ഇതിൻ്റെ ഒരു യാത്ര സുഗമാവുള്ളൂ. അവിടെയാണ് പ്രോബ്ലം വരുന്നത്. നമുക്ക് സ്കിൽഡ് ലേബേഴ്സിൻ്റെ അഭാവമുണ്ട് മെയിനായിട്ട്. പിന്നെ നമ്മളിപ്പോൾ ഈ ഫാം നടത്തുന്ന വ്യക്തി ഒരിക്കലും ഇതിൽ എക്സ്പെർട്ട് ആവണമെന്നില്ല. അപ്പോൾ ആൾക്ക് ആളുടേതായ കുറേ സംശയങ്ങളുണ്ടായിരിക്കും. അപ്പോൾ പലരും യൂട്യൂബേഴ്സിൻ്റെ പിന്നാലെ പോകും, യൂട്യൂബ് വീഡിയോ കാണുന്നു, അവിടെ നിന്ന് കുറേ ഇത് കിട്ടുന്നു, അത് വെച്ച് ഫാം സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ എത്തുന്ന അവസാനം ആൾക്ക് ധനനഷ്ടം എന്ന് പറയുന്നൊരു പ്രശ്നത്തിലാണ്.
അപ്പോൾ എല്ലാറ്റിൻ്റെയും പരമപ്രധാനമായ ആശയം ഇവർക്ക് സാമ്പത്തികമായിട്ടൊരു ലാഭം കൂടി ഈ ഫാമിൽ നിന്ന് ഉണ്ടാവണം എന്നതാണ്. മാനസികമായിട്ട് സന്തോഷം ഉണ്ടാവുന്നു എന്നതിൻ്റെ ഒപ്പം തന്നെ സാമ്പത്തികമായിട്ടൊരു ലാഭം കൂടി ഉണ്ടാവണം. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ടാണ് നമ്മുടെ ടീം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. അതുകൊണ്ടാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാമുകൾ വരെ നമ്മുടെ അടുത്തേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഒരുപാട് സെലിബ്രിറ്റികൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഫാം ടൂറിസത്തിന്റെ സാധ്യതകളും ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അവരുടെ ഒരു ഫാമിൽ അവർക്ക് ഇഷ്ടപ്പെട്ട പല വൃക്ഷങ്ങൾ നമ്മൾ നട്ട് നനച്ച് വളർത്തി കൊടുത്തിട്ടുണ്ട്. ഇത്തരം സാധ്യതകൾ ഈ ഒരു ഹൃദയബന്ധം നമ്മൾ സെലിബ്രിറ്റികളായിട്ടുള്ള, പ്രത്യേകിച്ചും മമ്മൂക്കയായിട്ടൊക്കെ അത്യാവശ്യം നല്ല അടുപ്പമുണ്ട്. നമ്മൾ പടങ്ങൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടിയിട്ടും ഒരുപാട് അദ്ദേഹത്തിന്റെ കൃഷിയോടുള്ള താല്പര്യമൊക്കെ മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ മമ്മൂക്കയായിട്ടുള്ളൊരു ആത്മബന്ധവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? മമ്മൂക്കയായിട്ടുള്ള ആത്മബന്ധം തുടങ്ങുന്നത് ഞാൻ എൻ്റെ ഡിഗ്രി കഴിഞ്ഞ് വരുന്നൊരു കാലഘട്ടത്തിലാണ്. അപ്പോൾ അന്ന് ഈ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, മിയാവാക്കി ഫോറസ്റ്റ് ചെയ്യുക, ഫോറസ്റ്റേഷൻ്റെ ഭാഗമായിട്ട് ക്ലബ്ബുകൾ സ്കൂളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടൊരു യാത്ര നമ്മൾ നടത്തിയിരുന്നു. അപ്പോൾ ഈ യാത്രയുടെ ഭാഗമായിട്ട് നമ്മൾ VK ശ്രീരാമൻ എന്ന് പറഞ്ഞ ശ്രീരാമേട്ടനായിട്ട് കണക്ഷൻ ആവുന്നു. ശ്രീരാമേട്ടൻ ഒരു 30 അംഗങ്ങളുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ അതിൽ മമ്മൂക്ക ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് മമ്മൂക്കയായിട്ടൊരു ബന്ധം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാറ്റുവേല പച്ച, ഞാൻ പച്ചയിലാണുള്ളത്. ഞാറ്റുവേല കുറച്ചും കൂടി ചിന്തിക്കുന്ന ആളുകളുടെ ഗ്രൂപ്പാണ്. നമ്മൾ അത്ര ചിന്തയില്ലാത്തത് കൊണ്ട് നമുക്ക് ഈ പച്ചപ്പ് മാത്രമായിട്ട് ബന്ധമുള്ളൂ. ഞാൻ കുറച്ച് ബട്ടർഫ്ലൈയുടെ കളക്ഷൻ, ബട്ടർഫ്ലൈ ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് അങ്ങനെയാണ് മമ്മൂക്കയായിട്ടൊരു കണക്ഷൻ വരുന്നത്. അവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് സംസാരങ്ങൾ തുടങ്ങി. അപ്പോൾ ആളുടെ റിക്വയർമെൻറ്റ് എന്താണ് നമ്മുടെ അടുത്ത് ഷെയർ ചെയ്ത് തുടങ്ങി. അപ്പോൾ അവിടെ നമ്മൾ തൈകൾ കളക്ട് ചെയ്ത് തുടങ്ങി. അതിൽ പല ഫ്രൂട്ട്സും ആൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് തുടങ്ങി. ആ ഒരു കോവിഡ് കാലഘട്ടം, പുതിയ വീട് വെക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെടികൾ കളക്ട് ചെയ്യാനുള്ളൊരു ഓട്ടം ഓടുന്നത്. ത്രൂ ഔട്ട് കേരളവും തമിഴ്നാടൊക്കെ ആയിട്ട് നമ്മൾ ഓടി ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റുകൾ കളക്കുക. അപ്പോൾ നമ്മുടെ ഒരു മനസ്സിൽ ചിന്തയുണ്ട്, നമ്മൾ കൊടുക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് യാത്രകൾ അതിൽ വേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ആന്ധ്രയിൽ നിന്ന് തൈകൾ കളക്ട് ചെയ്തിട്ടുണ്ട്, ഓസ്ട്രേലിയയിൽ നിന്ന് തൈകൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വലിയ യാത്ര അദ്ദേഹത്തിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഫലങ്ങൾ എല്ലാ മലയാളികൾക്കും അത് അറിയാനൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ. ഞാൻ കണ്ടതിൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം ഞാവൽപ്പഴമാണ് ഏറ്റവും ഇഷ്ടമുള്ളത്. ബാക്കി എല്ലാ ഫ്രൂട്ടും അദ്ദേഹം അത്യാവശ്യം കഴിക്കും, നോർമലായിട്ട് കഴിക്കുമെന്ന് മാത്രമേ. കേരളത്തിൽ പരമ്പരാഗതമായിട്ടുള്ള കുറേ ഫലങ്ങൾ നമ്മൾ കഴിക്കാറുണ്ട്. പക്ഷെ ഓരോ സമയത്തും നമ്മൾ ഈ ഫ്രൂട്ട്സിന്റെ ഷോപ്പുകളിലൊക്കെ പോകുമ്പോഴാണ് പുതിയ പുതിയ ഫലങ്ങൾ നമ്മൾ പരിചയപ്പെടുന്നത്, അതിന്റെ മധുരം നമുക്കറിയുന്നത്. പക്ഷെ ഇതൊക്കെ കേരളത്തിൽ ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം പെട്ടെന്ന് കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. കേരളത്തിലൊരു കാലാവസ്ഥയ്ക്ക് ഇണങ്ങുന്നതാണോ ഈ കാര്യങ്ങളൊക്കെ എന്നുള്ളത്. അപ്പം ഈ പുതിയ വരത്തൻ പഴങ്ങൾ പ്രത്യേകിച്ച് അത് ഏതൊക്കെയാണ് ശരിക്ക് ഇവിടെ നട്ട് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് വളരെ സ്പീഡിൽ, ഇപ്പം എല്ലാവരും നമ്മൾ പറയുന്ന പോലെ ഇപ്പം വെച്ച വാഴ ഇപ്പം തന്നെ കൊലക്കണം എന്ന് പറയുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു സ്പീഡിലും കണ്ടിന്യൂസ് ആയിട്ട് ഇതിനൊരു റിസൾട്ട് കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു തവണ ഫലം ഉണ്ടായി പിന്നെ 5 കൊല്ലം കഴിഞ്ഞിട്ട് ഉണ്ടാവുന്ന കാര്യം കിട്ടിയിട്ട് കാര്യമില്ല. ഫ്രീക്വൻ്റ് ആയിട്ട് ഉണ്ടാവുന്ന ഫലങ്ങളും അതിൻ്റെ പരിചരണ രീതികളൊക്കെ എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞല്ലോ, ഇതിലിപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിട്ട് ഒരു 1000-ലധികം വെറൈറ്റി ഫ്രൂട്ട്സ് നമ്മുടെ നഴ്സറികളിൽ അവൈലബിൾ ആണ്. 1000-ലധികം, നമുക്കൊരു 1200-1500 വെറൈറ്റി ഫ്രൂട്ട്സിൻ്റെ കളക്ഷൻ എടുക്കാം. ഇതിൽ ഏതൊക്കെ ഫ്രൂട്ട് നമുക്ക് ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ ഡിപ്പെൻസ് കസ്റ്റമറാണ്. ഇപ്പോൾ ചിലർക്ക് റംബൂട്ടാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് ഞാവൽപ്പഴമായിരിക്കും ഇഷ്ടം, ചിലർക്ക് ദുരിയാനായിരിക്കും ഇഷ്ടം. അപ്പോൾ ഈ എല്ലാ ഫ്രൂട്ട്സും നമ്മുടെ ക്ലൈമറ്റിലുണ്ടാവും. കേരളത്തിൻ്റെ ക്ലൈമറ്റ് നോക്കുകയാണെങ്കിൽ വയനാട്, മൂന്നാർ, കാന്തല്ലൂർ അങ്ങനത്തെ കുറച്ച് ഏരിയകൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ തീരദേശ മേഖലയിൽ ഈ പറയുന്ന പല ഫ്രൂട്ട്സും അത്യാവശ്യം നല്ല രീതിയിൽ കായ്ക്കും. വളരെ ചെറിയ കുറച്ച് ഫ്രൂട്ട്സ് മാത്രമേ നമുക്ക് നമ്മുടെ ക്ലൈമറ്റിൽ കായ്ക്കാത്ത ഫ്രൂട്ട്സ് ആയിട്ടുള്ളൂ, ബാക്കി ഒരു ഇതെല്ലാം ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ പ്രോബ്ലം വരുന്നത് കസ്റ്റമർക്ക് എന്ത് ഇഷ്ടപ്പെടുന്നു എന്നാണ്. അത് പലപ്പോഴും നഴ്സറിക്കാർക്ക് വലിയ ധാരണയില്ല. ആദ്യം തന്നെ നഴ്സറിക്കാർ ഈ ഫ്രൂട്ട്സ് കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ദുരിയാൻ എന്ന് പറയുമ്പോൾ ദുരിയാനിൽ എത്രയോ വെറൈറ്റി ഫ്രൂട്ട്സ് വരുന്നുണ്ട്. അപ്പോൾ പുറത്ത് പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, പല എയർപോർട്ടിലും ദുരിയാൻ ബാൻഡാണ്, നമുക്ക് കഴിക്കാൻ സ്മെല്ലിൻ്റെ പ്രശ്നം. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദുരിയാൻ. ഞാൻ കഴിച്ചിട്ടുള്ള ദുരിയാൻ ഞാൻ കഴിച്ചുകൊണ്ടേ ഇരുന്നിട്ടുണ്ട്. അതിൻ്റെ സ്മെല്ല് പലർക്കും അധികം ഇഷ്ടമാവില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഡിപ്പെൻസ്, ഓരോ ഫ്രൂട്ട്സും ഓരോ ആൾക്കാർ. പിന്നെ നമ്മുടെ നാട്ടിൽ വരുന്ന കൊമേഴ്ഷ്യലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫ്രൂട്ട്സാണ്. കൊമേഴ്ഷ്യലി നോക്കുമ്പോൾ നമുക്ക് റംബൂട്ടാൻ ചെയ്യാം, മാംഗോസ്റ്റിൻ, ദുരിയാൻ ചെയ്യാം. അപ്പോൾ ഇതിന് മെറിറ്റും ഡീമെറിറ്റും ഉണ്ട്. അതാണ് ആദ്യം നടുന്ന ഒരാൾ മനസ്സിലാക്കേണ്ടത്. അതായത് ദുരിയാൻ എപ്പോഴും ഫംഗൽ ഡിസീസസ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ നമ്മളൊരു 10 പ്ലാന്റ് വെക്കുമ്പോൾ ചിലപ്പോൾ അതിൽ 5 പ്ലാന്റ് സർവൈവ് ചെയ്തിട്ട് കയറിപ്പോരുള്ളൂ. അങ്ങനത്തെ കുറച്ച് ലിമിറ്റേഷൻസ് ചില ചെടികൾക്കുണ്ട്. മാംഗോസ്റ്റിനെ സംബന്ധിച്ച് ഒരു ഫ്രൂട്ടായി വരാൻ ഒരു 9 to 12 വർഷം വരെ എടുക്കാം. ഡിപ്പെൻസ്. എന്തായാലും സീഡ്ലിംഗ് ആണ് വരുന്നത്, അപ്പോൾ നമുക്കൊരു 9-10 വർഷം എടുക്കാം. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം സത്യത്തിൽ ഈ ഒരു കൃഷിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് നമ്മുടെ ടീം അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഏറ്റവും നല്ലത് നിങ്ങൾ എക്സ്പെർട്ടായ ഒരാളുടെ സഹായം തേടുന്നതാണ് ഇത്തരം കാര്യങ്ങളിൽ എപ്പോഴും നല്ലത്. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് സ്വന്തമായിട്ട് ഭൂമിയുള്ള അല്ലെങ്കിൽ പുതിയ ലാൻഡ് വാങ്ങിയ ഒരാളുടെ കൃഷിയോടുള്ളൊരു മോഹം സഫലമാക്കുന്നു എന്നുള്ള രീതിയിലാണ്. ഇനി അതല്ല, കൃഷി ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഒരുപാട് ലാൻഡ് ഇപ്പോൾ പെട്ടെന്ന് സ്വന്തമായിട്ട് വാങ്ങാൻ താല്പര്യമില്ലാത്ത ഒരാളെ സംബന്ധിച്ച്, പക്ഷേ അയാൾക്ക് കൃഷി ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അത് ലീസിനെടുക്കാനോ
ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വല്ല ഓപ്ഷൻസ് നിങ്ങൾ ചെയ്തു അതെ, കൊടുക്കും? ഇപ്പോൾ നമ്മളെ വിളിക്കുന്നതിലെ ബഹുഭൂരിപക്ഷം കൂടുതൽ പേര് NRI കസ്റ്റമേഴ്സാണ്. അവർക്ക് കൃഷിയായിട്ട് ഒരു നൊസ്റ്റാൾജിക് ഫീൽ എപ്പോഴും ഉണ്ട്. അപ്പോൾ അവർ നമ്മളെ വിളിച്ച് അവർ ചോദിക്കും നമുക്ക് എന്തെങ്കിലും കൃഷി നമുക്ക് ചെയ്യണമെന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകളുണ്ടോ കാര്യങ്ങളുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ അവർക്കൊരു റിപ്പോർട്ട് കൊടുക്കും. നമ്മൾ കൃഷിയായിട്ട് ചെയ്യുന്നത് കേരളത്തിൽ നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലുമായിട്ടാണ് നമ്മുടെ കൃഷികൾക്ക് എടുക്കുന്നത്. കേരളത്തിൽ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് വരുന്നത് ഒന്ന് ലാൻഡിൻ്റെ അവൈലബിലിറ്റി വളരെ കുറവാണ്. നമുക്കൊരു 20 ഏക്കറൊന്നും ഒരുമിച്ചൊരു ലാൻഡിൻ്റെ ലഭ്യത കുറവ് നമുക്ക് നമ്മുടെ ഈ ഒരു ഏരിയയിലുണ്ട്. അപ്പോൾ അവിടെ പോകുമ്പോൾ നമുക്ക് ആ ലഭ്യത കുറച്ച് കൂടുതലാണ്. നമുക്കൊരു 20-25 ഏക്കർ വേണമെങ്കിൽ ഒറ്റ പ്ലോട്ടായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. രണ്ടാമത് ലേബർ കോസ്റ്റ് കുറവാണ്. അപ്പോൾ ഇങ്ങനത്തെ പല കാരണം കൊണ്ടും, പിന്നെ സബ്സിഡീസ്, കറണ്ട് ഫ്രീ ആണ് എന്നുണ്ടെങ്കിൽ പല കാരണം കൊണ്ടുമാണ് നമ്മൾ അതർ സ്റ്റേറ്റിലേക്ക് നമ്മുടെ കൃഷി മാറ്റിയത്. അപ്പോൾ അതിൽ നമുക്ക് മെറിറ്റും ഡീമെറിറ്റും ഉണ്ട്. എന്നാലും നമ്മളെ സംബന്ധിച്ചത് എപ്പോഴും മെറിറ്റിലാണ് വന്നിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കസ്റ്റമർ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ അവർക്ക് റിപ്പോർട്ട് കൊടുക്കും, പ്രൊജക്ട് റിപ്പോർട്ട് കൊടുത്ത് അവർക്ക് വേണ്ടി നമ്മൾ കൃഷി ഇറക്കി കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾ ഒരു 10-ലേറെ വർഷങ്ങളായിട്ട് ഈ ഫീൽഡിലുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് ആത്മസംതൃപ്തി നൽകിയിട്ടുള്ള പ്രൊജക്റ്റുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ പ്രൊജക്റ്റിലൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ തുടക്കത്തിൽ നമ്മൾ കാണുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സ്വർഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന ക്ലയൻറ്റുകൾ ഉണ്ടായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് കാണുമ്പോൾ അയാൾ ഒരുപാട് ഹാപ്പി ആയിരിക്കും. അങ്ങനെയുള്ള പ്രോസസ്സിലൂടെ കടന്നുപോയിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? അതിലെടുത്ത് പറയുമ്പോൾ കുറച്ചെണ്ണം പറയുകയാണെങ്കിൽ. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ നമ്മുടെ പാലിയേക്കരയിൽ നമ്മളൊരു 15 ഏക്കറിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ആ വർക്ക് കാണാൻ പോകുന്ന സമയത്ത് നമുക്ക് ഇമോഷണലി ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നിയതാണ്. കാരണം ഒരു 20-25 വർഷം മുൻപ് ഒരു അച്ഛൻ ഒരു ഫാം ഹൗസ് സ്റ്റാർട്ട് ചെയ്യാണ്. ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം അങ്ങനത്തെ ഒരു ചിന്തയിലേക്ക് എത്തി എന്നുള്ളതാണ് ആ ഒരു ആശയത്തിൻ്റെ ബാക്കിൽ. 25 വർഷം മുൻപ് നമ്മുടെ കേരളത്തിൽ അത്തരം ഫാം ഹൗസുകളോ അങ്ങനത്തെ ചിന്തകൾ പോലും ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു 15 ഏക്കർ ഭൂമി വാങ്ങി അതിലൊരു ഫാം ഹൗസ് ഉണ്ടാക്കുന്നു. 10-15 പശുക്കളെ നിർത്താനുള്ള തൊഴുത്തുണ്ടാക്കുന്നു. ഒരു 3 ഏക്കറിൽ ജാതിത്തോട്ടം ഉണ്ടാക്കുന്നു. ഒരു ഏക്കറിൽ ഒരു മീൻകോളം ഉണ്ടാക്കുന്നു. കമ്പോസ്റ്റിംഗ് യൂണിറ്റ്, കോഴി ഫാം, ഇതെല്ലാം ആൾ ചെയ്യുന്നു. പക്ഷേ പാതി വഴിക്ക് വെച്ച് അദ്ദേഹം മരണപ്പെടുകയാണ്. അപ്പോൾ ഇതവിടെ അനാഥമായ പോലെ കിടക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ മക്കളാണെങ്കിൽ പഠിക്കുകയായിരുന്നു. അവർ വളരെ ചെറിയ പ്രായമായിരുന്നു. അപ്പോൾ അവർ ഇപ്പോൾ നമ്മളവരെ വിളിക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും ഡോക്ടേഴ്സായി. പുറത്താണോ? അവർ പുറത്തായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവർക്ക് ഈ അച്ഛൻ്റെ ഒരു സ്വപ്നത്തെ തിരിച്ചു പിടിക്കണം എന്നൊരാഗ്രഹമാണ്. അപ്പോൾ ഞങ്ങൾ ചെല്ലുന്ന സമയം ഇത് ഫുൾ കാടാണ്. നമുക്കിവിടെ എന്ത് നടക്കുന്നു എന്ന് പോലും അറിയാൻ പറ്റാത്ത ഹൈറ്റിൽ ഒരു 2 ആൾ പൊക്കത്തിൽ മൊത്തം കാടാണ്. ഇപ്പോൾ നമ്മളവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവിടെ ജാതിത്തോട്ടം ഉണ്ട്. ഈ ജാതിത്തോട്ടം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഉണങ്ങിപ്പോയൊരവസ്ഥയാണ്. കാരണം ഈ അച്ഛൻ്റെ മരണശേഷം ഈ മക്കൾ പോലും ഈ സ്ഥലത്തേക്ക് എത്തിപ്പെടാനായിട്ട് നോക്കിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് ഏത് വർഷമാണ് ഇത് നടപ്പിലാക്കിയത്? നമ്മളിപ്പോൾ ഒരു വർഷം ആവുന്നു. അച്ഛൻ മരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഏതൊരു 10 വർഷം മുന്നാണോ? ഒരു 15 വർഷം മുൻപ് ആള് മരണപ്പെട്ടു. എനിക്ക് തോന്നുന്നു ആളൊരു 3-4 വർഷമേ ആ ഫാം റൺ ചെയ്തിട്ടുള്ളൂ. അപ്പോഴേക്കും ആള് പെട്ടെന്ന് മരണപ്പെടുകയാണ് ഉണ്ടായത്. മക്കളാണെങ്കിൽ പഠിക്കുകയായിരുന്നു, അവർ പുറത്തായിരുന്നു. സോ അവർക്ക് ആർക്കും ഇത് വന്ന് മാനേജ് ചെയ്യാൻ പറ്റിയില്ല. ഇവർ പല ടീമിനെ ഏൽപ്പിച്ചു. അതാണ് ഇതിൽ ഏറ്റവും വലിയ രസം ഉണ്ടായത്. ഞാൻ വരുന്നതിന് മുൻപ് ഈ ഒരു 15 വർഷം ഇതിൻ്റെ ഉള്ളിൽ 5-8 പേര് കൈവച്ചിട്ടുണ്ട്. ഈ കൈവച്ചവരൊക്കെ അത്യാവശ്യം കാശടിച്ച് മാറ്റിയെന്നാണ് ഇതിൻ്റെ സത്യാവസ്ഥ. ഏകദേശം ഒരു 50 ലക്ഷം രൂപയ്ക്ക് അടുത്ത് അവരുടെ കയ്യിൽ നിന്ന് ഓൾറെഡി അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ടുണ്ട്. പക്ഷേ അവർക്ക് പ്രോപ്പർ റിസൾട്ട് അതിൽ നിന്ന് കിട്ടിയില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ അവർക്കൊരു കറക്റ്റ് ഒരു പ്രൊജക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഘട്ടം ഘട്ടമായിട്ട് ഇതെങ്ങനെ ഡെവലപ്പ് ചെയ്ത് പോവാം, പബ്ലിക്കിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിലേക്ക് എത്രത്തോളം നമുക്ക് കൊണ്ടുവരാം, അവരുടെ ഫണ്ട് വെച്ചിട്ട് എങ്ങനെ റിട്ടേൺ കൊടുക്കാമെന്നൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കി അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ മൂന്നാർ ഒരു തോട്ടം ഏറ്റെടുത്തത്. അതായത് ഇവരുടെ അച്ഛനായിട്ട് വാങ്ങിയിട്ട തോട്ടമാണ്. ഇവർ രണ്ടുപേരും മലപ്പുറംകാരാണ്. അച്ഛൻ തോട്ടം വാങ്ങിയിട്ടത് ഇവർക്ക് എവിടെയാണെന്ന് പോലും സത്യത്തിൽ അറിയുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ആ തോട്ടം തേടിപ്പിടിച്ച് കണ്ടുപിടിച്ചെത്തുമ്പോഴേക്കും കുറേ കയ്യേറി. അതായത് മറ്റ് തോട്ടക്കാർ ഈ തോട്ടം ഉപയോഗിക്കാനടക്കം തുടങ്ങിയൊരവസ്ഥയിലാണ് തോട്ടം കിടന്നിരുന്നത്. ഇപ്പോൾ ആ തോട്ടം നമ്മൾ വീണ്ടും പഴയൊരവസ്ഥയിൽ നല്ല പ്രൊഡക്ഷനുള്ള രീതിയിലേക്ക് നമ്മൾ എത്തിച്ചു. അത് ഏലാണ്. നമ്മൾ ഏലം പഠിച്ചു എന്നതാണ് സത്യാവസ്ഥ. തൃശ്ശൂർ നമുക്ക് ഏലകൃഷി ഇല്ല. അങ്ങനെ നമ്മൾ മൂന്നാർ പോയി ഏലകൃഷി പഠിച്ചു. അതെ, കേട്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ പോയി അവരുടെ തോട്ടം ഇപ്പോൾ അവർ ഭയങ്കര ഹാപ്പിയാണ്. അത്യാവശ്യം നല്ലൊരു പ്രൊഡക്ഷനിൽ എത്തിയ തോട്ടം, കയ്യിൽ നിന്ന് പോയി എന്ന് കരുതിയൊരു തോട്ടത്തിന് നമുക്ക് അവരായിട്ട് ഭയങ്കര ആത്മബന്ധം ഉണ്ടാവും. അപ്പോൾ നിലവിൽ പാലിയേക്കര നമുക്ക് ഇപ്പോൾ താല്പര്യമുള്ള ഒരാളുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സാന്നിധ്യത്തിൽ അത് നമ്മളിപ്പോൾ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊരു മിക്സഡ് ഫാമിംഗ് എന്ന രീതിയിലാണ്. നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റുകൾ ഉണ്ടായിരിക്കും, പശു, പോത്ത്, ആട്, മീനുണ്ടായിരിക്കും. കാരണം 1 ഏക്കറോളം മീൻകുളം എന്ന് പറയുമ്പോൾ ഒരു നിസ്സാര കാര്യമല്ല. അപ്പോൾ മീൻകുളം ഉണ്ടായിരിക്കും. പിന്നെ ഓൾറെഡി അവിടെ ഒരു ഫാം ഹൗസ് ഉണ്ട്. അത് പക്ഷേ മെയിൻറ്റെയിൻ നശിച്ച് കിടക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ അതിനൊന്ന് കയറ്റി കൊണ്ടുവരണം. അപ്പോൾ ഇതിൻ്റെ എല്ലാം ആകെ തുകയായിട്ടാണ് നമ്മൾ ആ ഫാമിനെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവർ 2 പേരെ വെച്ചിട്ട് അതൊരിക്കലും, കാരണം 2 പേരും ഡോക്ടേഴ്സാണ്, അവർ ഓൾറെഡി അവരുടെ ഫീൽഡിൽ ബിസിയാണ്. സോ പബ്ലിക്കിൻ്റെ ഫണ്ടും കൂടി ഉണ്ടെങ്കിൽ വെച്ച് മുന്നോട്ട് പോകാം എന്നൊരു ധാരണയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 1-2 പേര് അവർ സമീപിച്ചിട്ടുണ്ട്. നമ്മൾ ത്രൂ അല്ല, പേഴ്സണലായിട്ട് അവരുടെ അടുത്തേക്ക് അവരുടെ
ഫ്രണ്ട്സ് തന്നെ വന്ന് ചേർന്നിട്ടുണ്ട് 2 പേര്. അപ്പോൾ ഈ കൃഷിയുടെ ഒപ്പം ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഏതെങ്കിലും ആനിമൽസിനെ അവിടെ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മീൻ തുടങ്ങി പശു, ആട്, കോഴി അടക്കമുള്ള ആ രീതിയിലേക്കും ഇതിനെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സപ്പോർട്ട്. ഓരോരുത്തരുടെ കൺസെപ്റ്റ് ഓരോ തരത്തിലാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്ന് ക്ലയൻറ്റ് വിളിച്ചത്, ആൾക്ക് എഴുത്ത് മാത്രമാണ് ആവശ്യം, ആൾക്ക് എഴുതാനിരിക്കാൻ ഒരു സ്ഥലം വേണം. അപ്പോൾ അതൊരു മിയാവാക്കി ഫോറസ്റ്റ് ചെയ്ത് അതിൻ്റെ അടിയിൽ ഉള്ളിലൊരു മഡ് ഹൗസ് ഉണ്ടാക്കി ആ മഡ് ഹൗസിൻ്റെ ഉള്ളിൽ വളരെ സ്വസ്ഥമായിട്ട്, അപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് മഡ് ഹൗസ് അവിടെ ഉണ്ടാക്കണം. ക്ലയൻറ്റിൻ്റെ ആവശ്യം എന്താണോ നമ്മൾ മഡ് ഹൗസ് അവിടെ ഉണ്ടാക്കണം. അതിൻ്റെ ഉള്ളൊരു പൂള് വേണം, ചുറ്റും വളരെ തിക്കായൊരു മിയാവാക്കി ഫോറസ്റ്റ് ആയിരിക്കണം എന്നൊരു കൺസെപ്റ്റ് വന്നു. മറ്റൊരു ക്ലയൻറ്റ് നമ്മളെ വിളിക്കുന്നത്, ആൾക്ക് പശുക്കളുണ്ടാവണം, കുറച്ച് കിളികളുണ്ടാവണം, അങ്ങനത്തെയാണ്. അപ്പോൾ എന്താണോ കസ്റ്റമർക്ക് വേണ്ടത് അതിനനുസരിച്ച് നമ്മളിത് കസ്റ്റമൈസ് ചെയ്യും. അതിൻ്റെ മെയിൻ്റെനൻസും നമ്മൾ തന്നെ ചെയ്യും. ഈ മെയിൻ്റെനൻസ് എപ്പോഴും ഇതിൻ്റെ പ്രധാന ഘടകമാണ്. കാരണം ക്ലയൻറ്റ് എപ്പോഴും ഫ്രീ ആയിട്ടിരിക്കാനാണ് വരുന്നത്. ഒരു ഫാം ഹൗസിലേക്ക് ഒരു ക്ലയൻറ്റ് വരുന്നത് എപ്പോഴും ആൾ NRI ആയിരിക്കും, ഇതിവിടെ റൺ ചെയ്ത് പോകണം. അപ്പോൾ നമ്മുടെ പ്രോപ്പറായൊരു കെയർ ഇതിലുണ്ടായിരിക്കണം എപ്പോഴും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ആൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണം. അപ്പോൾ നമ്മുടെ കയ്യിൽ എക്സ്പെർട്ട് ഡോക്ടേഴ്സ് ഉണ്ട്, അവരുടെയും കൂടി അഡ്വൈസ് എടുത്തിട്ടാണ് നമ്മളിത് മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഇത് മുറിവൈദ്യൻ ആളെ കൊല്ലുമെന്ന് പറഞ്ഞൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും വീണ്ടും. നമ്മളൊരു ഫാം ഹൗസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ചിലർക്ക് പല കൺസെപ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ചിലരെ സംബന്ധിച്ചിട്ട് അവർക്ക് എല്ലാം ഉണ്ടായിരിക്കണം. അത് ഒരു ഇൻറ്റിഗ്രേറ്റഡ് ഫാമിംഗ്, ഒരു മിക്സഡ് ഫാമിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിലവർക്ക് പശു വേണമെന്നുണ്ടായിരിക്കും, പോത്ത്, പന്നി, നായ, കിളികളുണ്ടായിരിക്കണം. അങ്ങനെ പലർക്കും പല ആശയങ്ങളാണ്. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മലബാർ റൂറൽ ഡെവലപ്മെൻറ്റ് ഫൗണ്ടേഷൻ ഉണ്ട്, MRDF. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡോക്ടർ രാഹുലാണ്. അദ്ദേഹം വരെ നമ്മളെ പല സമയത്തും ഹെൽപ്പ് ചെയ്യാനായിട്ട് വരാറുണ്ട്. വെറ്റിനറി ഡോക്ടറുടെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരാളുടെ അവരുടെ ഒരു ആശയങ്ങളും അവരുടെ ഐഡിയകളൊക്കെ നമുക്ക് ഇതിൽ ആവശ്യമാണ്. കാരണം കസ്റ്റമർ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്, നമുക്ക് അതിൻ്റെ ഒരു ഉത്തരവാദിത്തം ഉണ്ട്. നമ്മുടെ ഒരു സർവീസ് കൊടുക്കുമ്പോൾ അത് 100% പെർഫെക്റ്റ് ആയിരിക്കണം എന്നൊരു പിടിവാശി എനിക്ക് ആ കാര്യത്തിലുണ്ട്. എന്നാലേ അത് മുന്നോട്ട് പോവുള്ളൂ. ഒരു ക്ലയൻ്റായിട്ട് നമുക്കിത് ഒരു ഫാം ഹൗസ് എന്ന് പറയുന്നത് ആ കസ്റ്റമർ ഇരിക്കുന്നതിനേക്കാളും കൂടുതൽ ആ ഫാം ഹൗസിൽ വിസിറ്റ് ചെയ്യുന്നതും ആ ഫാം ഹൗസിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതും ഞാനോ എൻ്റെ ടീമോ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മണ്ണായിട്ട് കൂടുതൽ ആത്മബന്ധം കസ്റ്റമറേക്കാളും കൂടുതൽ നമുക്കായിരിക്കും ഉണ്ടായിരിക്കുക. കാരണം ബഹുഭൂരിപക്ഷം കസ്റ്റമേഴ്സും NRI കസ്റ്റമേഴ്സാണ്. അവർ ആ ഒരു വിശ്രമ കാലഘട്ടത്തിൽ മാത്രം, അതായത് വർഷത്തിൽ 1 മാസം വന്നാൽ വന്നു, അത് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകുക എന്ന് പറയുന്ന ടാസ്ക് അടക്കം ഏറ്റെടുക്കുന്ന നമ്മളാണ്. അവിടെ ഉണ്ടാകുന്ന ഫ്രൂട്ട്സ് കസ്റ്റമർ കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ചിലപ്പോൾ നമ്മളായിരിക്കും കഴിച്ചിട്ടുണ്ടായിരിക്കുക. പിന്നെ ഇതിൽ ഫുഡ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റാണ് നമ്മൾ പിന്നീട് ചെയ്യുന്നത്. അതായത് ഒരു ലാൻഡ്, ആ ലാൻഡിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ചെടികളെ നമ്മൾ ഉൾക്കൊള്ളിരിക്കും. അതായത് ഒരു എക്സാമ്പിൾ പറയാം, 12 മാസം നമുക്ക് ഈ നമ്മുടെ തോട്ടത്തിൽ നിന്ന് ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഈൽഡ് എടുത്തുകൊണ്ടിരിക്കാനായിട്ട് പറ്റും. അതിൻ്റെ ഉള്ളിൽ ഫ്രൂട്ട് പ്ലാന്റുകൾ ഉണ്ടായിരിക്കും, ഇലച്ചെടികൾ ഉണ്ടായിരിക്കും, പച്ചക്കറികൾ ഉണ്ടായിരിക്കും, കിഴങ്ങ് വർഗ്ഗങ്ങൾ ഉണ്ടായിരിക്കും. ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ കസ്റ്റമറെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ആളുടെ വീട്ടിലേക്ക് ഇപ്പോൾ ഇന്നൊരു ചെടി അത് നമ്മൾ ആൾക്ക് വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കും. അതായത് ഒരു ഫുഡ് ബാസ്ക്കറ്റ് പോലെയായിട്ട്, ഫ്രൂട്ട് ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റാണ്. അപ്പോൾ എറണാകുളത്തെ ഒരു ക്ലയൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ മാഞ്ഞാലിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഏകദേശം നമ്മൾ ഒരു 250 വെറൈറ്റി ഫ്രൂട്ട്സ്, ഏകദേശം ഒരു 50 പച്ചക്കറികൾ, 5 വെറൈറ്റി ഇല കറികളുടെ ചെടികൾ, ഒരു 10ഓളം കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ക്രോപ്പ് വിളവെടുക്കുന്നതും നമ്മൾ തന്നെയാണ്. വിളവെടുത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് നമ്മൾ ഇതൊരു ബാസ്ക്കറ്റായിട്ട് മോർണിംഗിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു കൺസെപ്റ്റും കൂടി വരുന്നുണ്ട്. ഏതൊരു ബിസിനസ് ആണെങ്കിലും ഇതിൻ്റെ ഒരു സർവീസ് പുതിയ കാലത്ത് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. പ്രത്യേകിച്ച് ഗ്രീൻ ഗ്രോവിനെ ഒരു പ്രൊജക്റ്റ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു, അത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു വീട് പണിയുന്നു അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് പണിയുന്നു, കീ ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു എഞ്ചിനീയറോ പണിക്കാരനോ മേസ്ത്രിയോ വഴിക്ക് പിന്നെ വരാറില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഗ്രീൻ ഗ്രോവിൻ്റെ ഒരു സിഗ്നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വർഷം വേണമെങ്കിലും ഒരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു സർവീസ് റിസൾട്ട് ഉണ്ടായിരിക്കും. അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? ആദ്യം പറഞ്ഞ പോലെ ഫാം ഹൗസ് ഡെവലപ്പ് ചെയ്യാൻ എല്ലാവർക്കും എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ തൈകൾ വെച്ച് കൊടുക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മൾ നഴ്സറിയിൽ പോകുന്നു, തൈകൾ സെലക്ട് ചെയ്യുന്നു, വീട്ടിൽ വന്നു കുഴി കുത്തുന്നു, കുഴിച്ചിടുന്നു, അവിടെ കഴിഞ്ഞു. പക്ഷെ നമ്മുടെ സർവീസ് വേറിട്ട് നിൽക്കുന്നത് കൊണ്ടാണ്. നമ്മൾ ഇത്രയും കാലം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരുന്നില്ല സത്യത്തിൽ. പക്ഷെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ക്ലയൻറ്റ് ബേസ് ഓൾറെഡി ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ചെയ്ത വർക്ക് കണ്ടിട്ട് തന്നെ നമുക്ക് അടുത്തൊരു ക്ലയൻറ്റിനെ കിട്ടും എന്നൊരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടായിരുന്നു. ആ കോൺഫിഡൻസ് തന്നെയാണ് നമ്മൾ ഇത്രയും കാലം മുന്നോട്ട് നയിച്ചത്. ഇവിടെ വരുന്നൊരു പ്രോബ്ലം, നമ്മൾ സർവീസ് പക്കയായിരിക്കണം. അതായത് ഒരു കസ്റ്റമറുടെ ഒരു വർക്ക് തീർന്നു കഴിഞ്ഞാൽ അത് അവിടെ തീരുന്നില്ല. ഇപ്പോൾ ഒരു ഫാം ഹൗസ് ഞാൻ പറഞ്ഞു കുറച്ച് നേരത്തെ, ഇതൊരു ജീവനുള്ളതാണ്. ഒരു ജീവനുള്ളൊരു ലോകത്തെ ഞാൻ അവിടെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ആ ഒരു ജീവൻ അവിടെ നിലനിർത്തണമെങ്കിൽ പ്രോപ്പറായ രീതിയിലുള്ള സർവീസ് അവിടെ പ്രൊവൈഡ് ചെയ്യുക തന്നെ വേണം. അതായത് തൈകളുടെ പ്രൂണിങ്, വളങ്ങൾ, ഇപ്പോൾ ജീവികളുണ്ടെങ്കിൽ അതിന് വേണ്ട വാക്സിനേഷൻ, കുത്തിവെപ്പ്, തീറ്റകൾ, വളങ്ങൾ, വെള്ളം, ഇതെല്ലാം നമ്മൾ തന്നെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കണം. അതല്ലാണ്ട് ഇതെല്ലാം നമ്മൾ ചെയ്ത് കൊടുത്തിട്ട് ഇട്ടെറിഞ്ഞ് അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഇതവിടെ ഫ്ലോപ്പാണ്.
നമുക്ക് ഭയങ്കര നെഗറ്റീവായിരിക്കും മാർക്കറ്റിലുണ്ടാവുക. പിന്നെ ഇത് ഒരു ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പുള്ളൊരു കാര്യം കൂടിയാണ്. കാരണം കൃഷിയാണ്, ജീവികളാണ്, പച്ചപ്പാണ്. സോ നമുക്കതിനെ പ്രോപ്പറായ രീതിയിൽ കെയർ ചെയ്തിട്ട് തന്നെ മുന്നോട്ട് പോകണം. അപ്പോൾ ഓരോ സർവീസും ഓരോ തരത്തിലായിരിക്കും. അതായത് ഓരോ ഫാം ഹൗസും ഓരോ തരത്തിലായതുപോലെ സർവീസും ഓരോ തരത്തിലാണ്. അതിനനുസരിച്ചുള്ള സർവീസ് ചാർജസേ നമ്മൾ വാങ്ങുന്നുള്ളൂ. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഫാം ഹൗസ് ഒരിക്കലും ഒരു ഹൈ പ്രോഫിറ്റ് നോക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കസ്റ്റമർക്ക് ഒരു ബാധ്യത ആവാത്ത രീതിയിൽ ഇതിനെങ്ങനെ മാനേജ് ചെയ്ത് പോവാം എന്നൊരു പ്ലാൻ അത് ക്ലയൻ്റായിട്ട് നമ്മൾ സംസാരിക്കും. ആൾ ഓക്കെ ആവുന്ന ഒരു സ്വീറ്റ് പോയിന്റിലാണ്. അത് ഓക്കെ ആണെങ്കിൽ എത്ര വർഷം വേണമെങ്കിൽ ആ ഒരു സർവീസ് ബാക്കപ്പ് അവർക്ക് കൊടുക്കാനായിട്ട് പറ്റും. 15 വർഷം മുന്നത്തെ ക്ലയൻറ്റ് വരെ ഇപ്പോഴും നമ്മുടെ ഒപ്പം ഉണ്ട് എന്നതാണ് നമുക്ക് ആ ഒരു ധൈര്യം പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം നമുക്ക്. ഗ്രീൻ ഗ്രോവിന്റെ പുതിയ ഡ്രീംസ്, പുതിയ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ നമ്മൾ അത്യാവശ്യം കൃഷികളുണ്ട്. നമ്മളിപ്പോൾ ഏലം ചെയ്യുന്നുണ്ട്, കോഫി ചെയ്യുന്നുണ്ട്, പിന്നെ ഫാം ഹൗസുകളിൽ വ്യത്യസ്ത സ്പൈസസ് ചെയ്യുന്നുണ്ട്, സ്വന്തമായിട്ട് കൃഷികളുണ്ട്, മറ്റ് കമ്പനികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കൃഷി ചെയ്ത് കൊടുക്കുന്നുണ്ട്. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര ഇതുവരെ നമ്മുടെ കൃഷികൾ ഇപ്പോൾ നമ്മൾ വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ട് ഇതിൽ നിന്ന് വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് നമുക്ക് ചെയ്ത് കൂടാ എന്ന ഒരു കൺസെപ്റ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതായത് കൃഷി ചെയ്യുന്ന പ്രൊഡക്റ്റ് കർഷകൻ തന്നെ പ്രൊഡക്റ്റാക്കി മാർക്കറ്റിലേക്ക് എത്തിക്കുന്നു. ഇതിൻ്റെ ഉള്ളിൽ ഇടനിലക്കാരില്ല. ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് ബെസ്റ്റ് ക്വാളിറ്റിയിൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക. അതാണ് നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം. അതായത് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ പല പ്രൊഡക്റ്റും കാണാറുണ്ട്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇഞ്ചി തോട്ടം എടുക്കാം. ഏറ്റവും കൂടുതൽ ഇഞ്ചി കൃഷി ചെയ്യുന്നത് മലയാളികളാണ്. ഏറ്റവും കൂടുതൽ പറയുകയാണെങ്കിൽ വയനാടും കണ്ണൂരുള്ള മലയാളികളാണ് ഏറ്റവും കൂടുതൽ ഇഞ്ചി തോട്ടങ്ങൾ ചെയ്യുന്നത്. 50 ഏക്കറും 100 ഏക്കറും വരെ ഇഞ്ചി കൃഷി ചെയ്യുന്ന മലയാളികളുണ്ട്. അപ്പോൾ ഇവിടേക്ക് പോകുന്ന സമയത്ത് നമ്മൾ കാണുന്നൊരു കാഴ്ച, ഫസ്റ്റ് ക്വാളിറ്റി ഇഞ്ചി പലപ്പോഴും കേരളത്തിലേക്ക് വരുന്നില്ല. ഇത് മറ്റ് സ്റ്റേറ്റുകളിലേക്ക് കയറി പോവുകയാണ്. കാരണം മറ്റ് സ്റ്റേറ്റുകളിൽ ഇതിൻ്റെ ക്വാളിറ്റി നോക്കിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. മലയാളിക്ക് അങ്ങനത്തെ ക്വാളിറ്റി ഒന്നും പ്രത്യേകിച്ച് പ്രശ്നമില്ല. ഇഞ്ചി ഉണ്ടായാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഇഞ്ചി പറിച്ചു പോയതിന് ശേഷം ഈ ലാൻഡ് പൂട്ടിപ്പറക്കുക എന്ന് പറയും. അതായത് ട്രാക്ടർ ഉപയോഗിച്ച് ഈ സ്ഥലം വീണ്ടും ഒന്നും കൂടി പൂട്ടും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന വേസ്റ്റ് ഇഞ്ചി ഉണ്ട്, പൊട്ടിയതും ചീഞ്ഞതുമായ ഇഞ്ചി പീസ് ഉണ്ട്. ഇത് കംപ്ലീറ്റ് കയറി പോകുന്നത് ജിഞ്ചർ പേസ്റ്റ് ഉണ്ടാക്കുന്ന കമ്പനികളിലേക്കാണ്. സത്യത്തിൽ നമ്മൾ അത് കണ്ടാൽ പിന്നെ ജിഞ്ചർ പേസ്റ്റ് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇത്തരം യാഥാർത്ഥ്യങ്ങൾ നമ്മൾ കാണുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്തുകൊണ്ട് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കിക്കൂടാ. അപ്പോൾ ഇതിനുള്ള ഇടനിലക്കാരില്ല. ഞാൻ എന്താണോ കൃഷി ചെയ്യുന്നത് ആ കൃഷി ചെയ്യുന്ന പ്രൊഡക്റ്റ് തന്നെ നമ്മൾ ഡയറക്റ്റ് മാർക്കറ്റിലേക്ക് പ്രൊഡക്റ്റായിട്ട് എത്തിക്കുന്നു. ആ ഒരു ആശയത്തിൻ്റെ പിന്നാലെയാണ് ഗ്രീൻ ഗ്രോ. അപ്പോൾ 2027 തുടക്കത്തിൽ നമ്മൾ അത്തരമൊരു പ്രൊഡക്റ്റ് ഫസ്റ്റായിട്ട് ലോഞ്ച് ചെയ്യാനായിട്ട് ഇനി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രാരംഭ നടപടികളൊക്കെ തുടങ്ങി. നമ്മുടെ പ്രൊഡക്റ്റേ നമ്മൾ കൊടുക്കുള്ളൂ. പുറത്തുനിന്ന് ഒരു പ്രൊഡക്റ്റ് എടുത്ത് നമ്മൾ ചെയ്യും. നമ്മൾ തന്നെ കൃഷി ചെയ്യുന്ന പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള അതിൻ്റെ എന്താ പറയുക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മഞ്ഞൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബഹുഭൂരിപക്ഷം നമ്മുടെ കയ്യിലേക്ക് എത്തുന്ന മഞ്ഞപ്പൊടി എന്നേ പറയാൻ പറ്റുള്ളൂ, മഞ്ഞൾപ്പൊടി എന്ന് പറയാൻ പറ്റില്ല. കാരണം അതിൽ നിന്ന് കുറുക്കുമീൻ എടുക്കുന്ന കമ്പനികൾ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും ഇന്ത്യയിലും ഏറ്റവും കൂടുതലാണ്. ഈ കുറുക്കുമീൻ എടുത്തിട്ട് വരുന്നതിനെ നമുക്ക് ചണ്ടി എന്നേ പറയാൻ പറ്റുള്ളൂ. ഒരിക്കലും മഞ്ഞൾ നമുക്കൊരു വിശേഷണം കൊടുക്കാൻ പറ്റില്ല. നമ്മൾ കൃഷി ചെയ്യുന്ന മഞ്ഞൾ, ആ മഞ്ഞൾ പ്രൊഡക്ഷൻ എവിടെ തീരുന്നു അന്ന് നമ്മുടെ പ്രൊഡക്റ്റ് അവൈലബിൾ ആവില്ല. അതാണ് യാഥാർത്ഥ്യം. ത്രൂ ഔട്ട് നമുക്ക് കൊടുക്കാനും പറ്റില്ല. കാരണം നമ്മളൊരു 10 ഏക്കർ മഞ്ഞൾ ചെയ്ത് ഈ 10 ഏക്കറിലെ മഞ്ഞൾപ്പൊടി എപ്പോൾ തീരുന്നു അന്ന് നമ്മുടെ പ്രൊഡക്റ്റ് നിൽക്കും. അടുത്ത ബാച്ച് കൃഷി ഇറക്കി ആ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്തുമ്പോഴേ നമുക്കത് കൊടുക്കാൻ പറ്റുള്ളൂ. ആ ഒരു ക്വാളിറ്റിയിലാണ് ഗ്രീൻ ഗ്രോവ് ഉറപ്പ് കൊടുക്കുന്നത്. അത് ഏത് ലാബിൽ ടെസ്റ്റ് ചെയ്താലും നമുക്ക് ഗ്യാരണ്ടി ഉറപ്പ് കൊടുക്കാനായിട്ട് പറ്റും. എന്തായാലും പുതിയ പുതിയ സ്വപ്നങ്ങളും അതിനനുസരിച്ചുള്ള പ്ലാനുകളൊക്കെ ആയിട്ട് ഇനിയും ഏറെ ദൂരം മുന്നോട്ട് പോകട്ടെ. താങ്ക് യു. എല്ലാവിധ ആശംസകളും നേരുന്നു. ആശംസകൾ. താങ്ക് യു.